കടച്ചക്ക വെച്ച് നമുക്കൊന്ന് ഒരു പക്കാവട ഉണ്ടാക്കാം. അതിന് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ രീതിയിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു മാവ് തയ്യാറാക്കാം. ഞാൻ കുറച്ച് കടല മാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി, ഇതിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല അത് അര സ്പൂണ് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 4-5 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് കുഴച്ച് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി കടച്ചക്ക ഇതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, ഒന്ന് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെളുത്തുള്ളി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കാം. അത് കോരിയെടുക്കാം. ഇതിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കുറേശ്ശെ കോരിയിടാം. ഈ രീതിയിൽ കുറേശ്ശെയായിട്ട് പൊരിച്ചെടുക്കാം. നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഈ രീതിയിൽ എല്ലാമായിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഈ രീതിയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചക്ക കൊണ്ടുള്ള ഒരു പക്കാവട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചിക്കൻ കൊണ്ട് പക്കാവട ചെയ്യുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ രീതിയിലായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേവില്ല എന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട. ഇത് നന്നായി തന്നെ വെന്ത് കിട്ടും. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ചക്ക കഴിക്കാത്ത മക്കൾ ഇഷ്ടത്തോടെ കഴിക്കും ഇത്.